തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ അവയവ റാക്കറ്റ് സജീവം. വിഴിഞ്ഞത്ത് 6 സ്ത്രീകൾ വൃക്ക നൽകി. വിഴിഞ്ഞത്ത് 6 സ്ത്രീകൾ വൃക്ക വിറ്റ സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡും കടൽക്ഷോഭവും കാരണം പ്രതിസന്ധിയിലായവർക്ക് പണം വാഗ്ദാനം ചെയ്താണ് അവയവ മാഫിയയുടെ ചൂഷണം. വിഴിഞ്ഞത്ത് 2 വർഷത്തിനിടെ 6 സ്ത്രീകളാണ് വൃക്ക നൽകിയത്. എല്ലാം പണം വാങ്ങി നൽകിയതെന്നാണ് വിവരം. കണക്ക് ഇനിയും ഉയരാനും സാധ്യതയുണ്ട്. അവയവദാതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിവരം പുറത്തു പറയാൻ അവർ തയ്യാറായില്ല. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ അസ്വാഭാവികമായും അസാധാരണമായിട്ടും ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോണേഴ്സ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സുതാര്യത ഉറപ്പാക്കുന്നതിനും ഇങ്ങനെ മാഫിയകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം ഒഴിവാക്കി സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേസോട്ടോ എന്ന ഇത് നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ അത് മന്ത്രിസഭ തന്നെ തീരുമാനം എടുത്തുകൊണ്ട് അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയിലും തീരദേശത്ത് സമാന രീതിയിൽ നേരത്തെ വൃക്കക്കച്ചവടം നടന്നിരുന്നു. സംസ്ഥാനത്തെ അവയവ റാക്കറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് 1 വർഷം പിന്നിടുമ്പോഴും മാഫിയ ചൂഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.